ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് എൻ്റെ ടെറസിൽ നട്ടു വളർത്തിയിട്ടുള്ള അലോവേര പ്ലാന്റ്സ് ആണ്. ടെറസിൻ്റെ ഒരു പോർഷൻ അലോവേര പ്ലാന്റ്സിനായിട്ട് തന്നെ മാറ്റി വെച്ചിട്ടുണ്ട്. അത്രയേറെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഈ ചെടിക്ക് ഉള്ളതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ അലോവേര പ്ലാന്റ്സിനെ ഇങ്ങനെ സംരക്ഷിച്ച് നിർത്തിയിരിക്കുന്നത്. ഈ അലോവേരയുടെ തൈകൾ നമ്മൾ നട്ടു കൊടുക്കുമ്പം ഒരു ചട്ടിയിൽ 1-2 തൈകൾ തന്നെ ധാരാളമാണ്. ഇത് ഒരുപാട് തൈകൾ ഉണ്ടാകുന്ന ഒരു സസ്യമാണ്. ഇപ്പോൾ ഇത് ടെറസിലായതുകൊണ്ട് തന്നെ അത്യാവശ്യം മഴയും നല്ല വെയിലും കിട്ടുന്ന സ്ഥലത്ത് തന്നെയാണ് നിൽക്കുന്നത്. അലോവേരയുടെ ജെല്ല് നമ്മൾ ഹെയറിനും സ്കിന്നിനും അതുപോലെ തന്നെ ഇൻടേക്കായിട്ടും യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ജെല്ല് യൂസ് ചെയ്യുമ്പോൾ 2 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്ന്, ഇതിൻ്റെ മുള്ളുകൾ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ സ്റ്റെയിൻ, ഒരു യെല്ലോ സ്റ്റെയിൻ വരും ഇത് കട്ട് ചെയ്തെടുക്കുമ്പോൾ. ആ സ്റ്റെയിൻ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്തതിന് ശേഷം മാത്രം ഇതിൻ്റെ ജെല്ലെടുത്ത് ഉപയോഗിക്കുക. അല്ലെങ്കിൽ ഒരു ഇച്ചിങ് ടെൻഡൻസി ഇതിന് ഉള്ളതായിട്ട് കാണാറുണ്ട്. സ്കിന്നിനാണെങ്കിലും ഹെയറിനാണെങ്കിലും എപ്പോഴും നാച്ചുറൽ റെമഡീസ് ട്രൈ ചെയ്യുന്നത് തന്നെയാണ് നല്ലത്, കെമിക്കൽസ് ഉപയോഗിക്കുന്നതിനേക്കാളും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബൈ ബൈ.